നമ്മളുടെ മിത്തുകളും ചരിത്രങ്ങളും പിന്നിലോട്ട് നല്ലതുപോലെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഫിലിം മേക്കേഴ്സിന് കണ്ടന്റ് ക്ഷാമം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. അത്രത്തോളം കാര്യങ്ങൾ നമ്മളുടെ പൂർവികന്മാർ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ലോക എന്ന് പറയുന്ന യൂണിവേഴ്സിന്റെ സക്സസിൽ ഒരുപാട് നമ്മൾ സംസാരിച്ചതാണ് നമ്മളുടെ മിത്തോളജി, തലമുറകളിൽ എഴുതി വെച്ചിരിക്കുന്ന മുത്തശ്ശി കഥകൾ. അതുപോലെ തന്നെ മലയാളത്തിന്റെ അടുത്തൊരു നെക്സ്റ്റ് ലെവൽ ഇന്റർനാഷണൽ സ്റ്റഫ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് കത്തനാർ. ഈ ഒരു സിനിമയുടെ ട്രെയിലറിന്റെ ആ ഒരു ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ട്രെയിലർ ഇത്രയും നാൾ അവർ വർക്ക് ചെയ്തത് എന്തിനായിരുന്നു എന്നുള്ളതിന്റെ റിസൾട്ട്. പിന്നെ നമ്മുടെ മലയാള ഇൻഡസ്ട്രി വെച്ച് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ക്വാളിറ്റീസ് ഐറ്റംസിന് പ്രത്യേകിച്ച് ക്ഷാമമുള്ള കാലഘട്ടമല്ല. ഇപ്പോൾ ലോക വന്ന സമയത്തും ഇതേ രീതിയിൽ തന്നെയാണ് നമ്മളെല്ലാം പറഞ്ഞത്. ഹോം എന്ന് പറയുന്ന ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ഹിറ്റ് സിനിമയുടെ സംവിധായകനായിട്ടുള്ള റോജിൻ തോമസ് ഏകദേശം 6 വർഷത്തോളം പണിയെടുത്ത് ഉണ്ടാക്കിയ ഒരു സിനിമയാണിത്. ഈ ഒരു ഡയറക്ടർ തന്നെ ഈ ഒരു സിനിമയുടെ VFX സൈഡിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഈ ഒരു ഡയറക്ടറിന് കുറച്ചും കൂടി ടെക്നിക്കലി കൂടി നല്ല നോളജ് ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് ആ ഒരു സിനിമയുടെ വിഷ്വൽസിലും നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമ്മളുടെ പഴയകാല തലമുറകളിൽ അവർ സൂപ്പർ ഹീറോസ് ആയിട്ട് കണ്ടിരുന്ന ചില കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന പല ഹീറോസിനെയും കുറിച്ചാണ് നമ്മുടെ മിത്തുകളിൽ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ഹീറോയാണ് കടമറ്റത്ത് കത്തനാർ. നമ്മളുടെ കുട്ടിക്കാലത്ത് നമ്മൾ സീരിയലുകളിലും ബുക്സിലും ഈ ഒരു കത്തനാർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ തന്നെയാണ് നമ്മൾ നീലി എന്ന് പറയുന്ന യക്ഷിയെയും അങ്ങനെ നമ്മളുടെ മിത്തുമായി കണക്ട് ആയി കിടക്കുന്ന ഒരുപാട് ക്യാരക്ടറുകളുമായിട്ടുള്ള കണക്ട് ചെയ്തുകൊണ്ടുള്ള പല ടൈപ്പ് സ്റ്റോറീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ ഈ കാണാൻ പോകുന്ന കത്തനാർ എന്ന് പറയുന്ന ആ ഒരു ഫുൾ സ്കെലട്ടൺ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ ഡയറക്ടറിന്റെ ഇമാജിനേഷൻ ആയിട്ടുള്ള ഫിക്ഷനും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു പുതിയ മോഡേൺ വെർഷൻ കത്തനാരാണ് നമ്മൾ ജയസൂര്യയുടെ ഈ ഒരു കത്തനാറിലൂടെ കാണാൻ പോകുന്നത്. അതെല്ലാം ഒരു ട്രെയിലറിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഈ കത്തനാർ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഒരുപാട് തരത്തിലുള്ള സ്റ്റോറീസ് ഉണ്ട്. ഒരു സ്റ്റോറി തന്നെ പല രീതിയിലായിട്ടാണ് ആ ഒരു കഥകളിൽ വരുന്നത്. ഈ കഥയാണ് ഒറിജിനൽ എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു കൺഫേം ആയിട്ടുള്ള ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. ഈ ഒരു കത്തനാർ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഒരുപാട് ബാക്ക് സ്റ്റോറീസ് ഉണ്ട്. പല രീതിയിൽ ഈ കഥകൾ പറയുന്നുണ്ട്. ദരിദ്രനായ ഒരു ബാലനെ കടമറ്റത്ത് പള്ളിയിലെ അച്ഛൻ ഏറ്റെടുക്കുകയും അങ്ങനെ കുറച്ചു കാലം ഒരു പള്ളിയിൽ അറിവുകളും പഠനങ്ങളും ഒക്കെ കഴിയുന്ന സമയത്ത് ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ബാലനെ കാണാതാവുകയാണ്. വേറെ ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ ഈ ഒരു ബാലൻ അകപ്പെടുകയാണ്. അവിടെ നിന്നും ഈ ഒരു ബാലൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പുതിയ കുറേ മന്ത്രജാലങ്ങളും മായാജാലങ്ങളും നമ്മൾ ഇന്ന് പറയുന്ന സൂപ്പർ പവേഴ്സ് പോലുള്ള മന്ത്രങ്ങളിൽ നിന്നുള്ള ഒരുപാട് മായാജാലപരമായിട്ടുള്ള കാര്യങ്ങളും ശക്തികളും ആ ഒരു പയ്യനെ ആ ഒരാൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഒരുപാട് വർഷങ്ങൾ അങ്ങനെ നിന്നതിന് ശേഷം തിരിച്ച് തന്നെ എടുത്തു വളർത്തിയ ആ ഒരു അച്ഛൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അനുവാദം ചോദിക്കുകയും തിരിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് എത്തുകയും പിന്നെ അവിടെ തന്നെ ആ ഒരു ആൾക്കാരുമായിട്ട് അവരുടെ ഒരു പ്രൊട്ടക്ടറായിട്ട് ഈ ഒരു കടമറ്റത്ത് കത്തനാർ എന്ന് പറഞ്ഞ ആളായിട്ട് മാറി ആ ഒരു ലൈഫ് സർക്കിൾ അങ്ങനെ പോവുകയും ചെയ്യുന്നതായിട്ടാണ് ഈ ഏകദേശം ഈ എല്ലാ സ്റ്റോറീസിൽ നിന്നും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സ്കെൽട്ടൺ ആയിട്ടുള്ള ബേസ് ഇത് തന്നെയാണ്. ഈ ഒരു ബേസിൻ്റെ പേരിലാണ് ഈ കഥയെ തന്നെ പല രീതിയിലും നമ്മളുടെ ചാത്തന്മാരുമായിട്ട് കണക്റ്റ് ആവുന്ന രീതിയിലും നീലിയുമായി കണക്റ്റ് ആവുന്ന രീതിയിലും നീലിയെ തളയ്ക്കുന്നതായിട്ടും അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഈ ഒരു ബേസിക് സ്കെൽട്ടൺ വെച്ചിട്ട് ഒരുപാട് സ്റ്റോറീസ് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കത്തനാർ സിനിമയിലേക്ക് വരുന്ന സമയത്തും ഈ ഒരു ബേസിക് പ്ലോട്ട് എടുത്തിട്ടുണ്ടാവും. ആ ഒരു ഡയറക്ടറിൻ്റെതായിട്ടുള്ള ഇമാജിനേഷനിൽ വന്നിട്ടുള്ള പല സ്റ്റോറീസും അതിനകത്തേക്ക് ഇൻപുട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു കത്തനാർ. ഈ ഒരു ട്രെയിലറിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഏകദേശം ആ ഒരു മെത്തേഡിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കിട്ടുന്നത്. ഒരു സ്ഥലത്ത് അകപ്പെടുന്നു എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജയസൂര്യയുടെ ക്യാരക്ടർ ഇതിനകത്ത് ഒരു തടങ്കലിൽ കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. രണ്ടാമത് ഒരു പ്രൊട്ടക്ടറായിട്ട് തിരിച്ച് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു പവേഴ്സും കാര്യങ്ങളും എല്ലാം കിട്ടിയതിന് ശേഷം ജയസൂര്യ ഒരു ക്യാരക്ടർ തിരിച്ച് കടമറ്റത്തേക്ക് തിരിച്ചു വരുന്ന സമയത്ത് വേറൊരു ടീം ഇതിനെ എതിർക്കുന്ന രീതിയിൽ വരുന്ന ഒരു ടീം ഉണ്ടായിരിക്കാം. ജയസൂര്യ ഇങ്ങനെ മറ്റൊരു സ്ഥലത്തായിരുന്നു അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കള്ളമാണെന്ന് വാദിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ടീം. ആ ഒരു പള്ളിയിൽ അച്ഛൻ്റെ ക്യാരക്ടർ പറയുന്ന രീതിയിലും പറ്റിക്കുകയാണെന്നുള്ള രീതിയിൽ പറയുന്നതെല്ലാം എല്ലാം കൂടെ വെച്ച് കൂട്ടി വായിക്കുന്ന സമയത്ത് നമ്മൾ ആ മിത്തിൽ കിടക്കുന്ന പല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഈ ഫിക്ഷൻ എലമെൻറ്റും കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഫിക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് അതിനകത്ത് കാണിച്ചു പോകുന്നുണ്ട്. ചാത്തന്മാരുടെയൊക്കെ രൂപം പോലെ തോന്നുന്ന പല ടൈപ്പ് സംഭവങ്ങളും അതിനകത്ത് കാണിച്ചു പോകുന്നുണ്ട്. ഏകദേശം ഇതെല്ലാം സെയിം ആയിട്ട് തന്നെയാണ് ആ ഒരു ട്രെയിലറിനകത്ത് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ഒരു ട്രെയിലറിനകത്ത് അനുഷ്ക ഷെട്ടിയുടെ ഒരു ഫീമെയിൽ ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. നീലിയായിട്ടാണ് ആ ഒരു ക്യാരക്ടർ വരുന്നതെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ശരിയാണെന്നുള്ളതിലൊരു
നമുക്കൊരു ഉറപ്പില്ല. ഒരുപക്ഷെ അനുഷ്ക എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിലേക്ക് ചിലപ്പം ഇങ്ങനെ ഒരു നീലി എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു ഇത് കയറുകയോ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളൊരു പവർ അതിനകത്ത് ഒരു വരുന്ന സമയത്ത് അതിൽ നിന്ന് ആ ഒരു നീലിയെ രക്ഷിക്കാനായിട്ട് ഈ കത്തനാർ വരുന്നതായിട്ടോ അല്ലെങ്കിൽ ഈ കത്തനാരിൻ്റെ ഹെൽപ്പ് ഈ എതിർക്കുന്ന ആൾക്കാർക്ക് തന്നെ ഓപ്പോസിറ്റായിട്ട് ഈ കത്തനാർ തന്നെ ആ ഒരു ബാധ ഒഴിപ്പിക്കുന്നതായിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലേക്കും വേണമെങ്കിൽ അത് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ പഴയ ആ ഒരു സ്റ്റോറീസിലൊക്കെ കാണുന്ന പോലെ തന്നെ അത്തരത്തിൽ അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കാതെ ഇതൊരു പുതിയൊരു ഫിക്ഷണൽ ടൈപ്പായിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം ഈ ഒരു റോജിൻ തോമസ് എന്ന് പറഞ്ഞ ഫിലിം മേക്കർ മങ്കി പെൻ അങ്ങനത്തെയൊക്കെ കുറച്ച് സിനിമകൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു ക്രിയേറ്റർ കുറച്ചും കൂടി ഇത്തരത്തിലുള്ള ഫിക്ഷണൽ ടൈപ്പ് സൂപ്പർ ഹീറോ ടൈപ്പ് സാധനങ്ങളൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് മിസ്റ്ററീസും ഫിക്ഷൻസും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സിനിമയുടെ വേണമെങ്കിൽ ഒരു നെഗറ്റീവ് സൈഡായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഫിക്ഷൻസ് എന്ന് പറഞ്ഞ സാധനം, അതായത് ഇമാജിനേഷനിൽ ക്രിയേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ഓഡിയൻസുമായി കണക്റ്റ് ആവുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. അത് കണക്റ്റാക്കി എടുക്കാനും കുറച്ച് റിസ്ക്കാണ്. ആ ഒരു ഇമോഷൻ കറക്റ്റായിട്ട് ഓഡിയൻസിന് കണക്റ്റ് ആയാൽ മാത്രമേ ഈ സിനിമയ്ക്ക് നമ്മൾ അർഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊരു സക്സസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ആട് 3 എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് പോലും കുറച്ച് ഫിക്ഷണൽ എലമെന്റ് വന്ന സമയത്ത് പല രീതിയിലുള്ള മിക്സ്ഡ് അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട്. ഫിക്ഷണൽ മിസ്റ്ററി സംഭവങ്ങളൊക്കെ ഈ പറയുന്ന രീതിയിൽ കണക്റ്റ് ആക്കാൻ കുറച്ച് പാടാണ്. പക്ഷേ ഈ ഒരു രീതിയിൽ വന്നിട്ട് അത് കണക്റ്റ് ആയി സക്സസ് ആയ സിനിമയാണ് ലോക എന്ന് പറയുന്നത്. പക്ഷേ അവിടെ നമുക്കൊരു പോസിറ്റീവായിട്ട് ഉണ്ടായിരുന്നത് നമ്മളുടെ മിത്താണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, നമ്മുടെ ചരിത്രമാണ്. അതേ ഒരു എലമെന്റ് ഈ സിനിമയ്ക്കും ഉണ്ട്. ഈ ഒരു കത്തനാറുന്ന സിനിമ വേണ്ട രീതിയിൽ ഈ ഒരു ട്രെയിലറിൽ കണ്ട പോലത്തെ ക്വാളിറ്റി തന്നെ അതിന്റെ കണ്ടന്റിനും കൂടെ അതേ രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഫീൽ ചെയ്ത് അല്ലെങ്കിൽ അത് ഉണ്ടെങ്കിൽ ഇപ്പോൾ ജയസൂര്യയുടെ അടുത്തൊരു 300 crore അല്ലെങ്കിൽ അതിന് മുകളിലോ ഇൻഡസ്ട്രി ഹിറ്റിടാൻ പറ്റുന്ന ഒരു സിനിമയും കൂടിയാണ് ഇതെന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. കാരണം ഏകദേശം 15ഓളം ലാംഗ്വേജസിലാണ് ഈ ഒരു സിനിമ ഇറങ്ങുന്നത്. ആ ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റിയും ഈ ഒരു ട്രെയിലറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പലരും പറയുന്നുണ്ടായിരുന്നു ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നു എന്നുള്ളത്. നമ്മളൊരു ഫിക്ഷൻ ആയിട്ട് ഒരു പുതിയ ടെറൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫിൽ കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും നമുക്ക് അതിനകത്ത് കാണുന്ന സമയത്ത് ഇപ്പോൾ അതിനകത്ത് തന്നെ ഒരുപാട് സംഭവങ്ങളും ഇങ്ങനെ കാണിക്കുന്ന കുറേ VFX സംഭവങ്ങളൊക്കെ കാണിക്കുന്നില്ലേ, അതൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു റിയാലിറ്റിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു നാടകീയത ഫീൽ ചെയ്യും. പക്ഷേ ഒരു സിനിമ എന്ന് പറയുന്ന രീതിയിൽ ഒരു ആർട്ട് എന്ന രീതിയിൽ നമ്മൾ തിങ്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു വേൾഡിലേക്ക് നമ്മൾ ഇന്നായിട്ട് നമ്മൾ ആ ഒരു ട്രെയിലർ കാണുന്ന സമയത്ത് ഈ പറയുന്ന ആർട്ടിഫിഷ്യാലിറ്റി പോകും എന്നുള്ളതാണ് റിയാലിറ്റി. വാഴ 2ൻ്റെ സക്സസ് തന്നെ ഇമോഷണലി ആൾക്കാരെ കണക്ട് ചെയ്തു അല്ലെങ്കിൽ റിലേറ്റബിൾ ആയി. ഇത്തരത്തിലുള്ള രീതിയിൽ സിനിമകൾ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ സേഫ് ആണ്. നമുക്ക് ഓൾറെഡി അത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ അത് കണക്ട് ആവുകയും, പക്ഷേ ഇതുപോലെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു തരത്തിലും ആൾക്കാരുമായി കണക്ട് ആവാത്ത ഒരു ക്രിയേറ്ററുടെ മനസ്സിലുള്ള ഒരു കാര്യത്തിന് മറ്റൊരു സംഭവമായിട്ട് ക്രിയേറ്റ് ചെയ്ത് അത് ഓഡിയൻസിനെ കണക്റ്റ് ആക്കിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് ചടങ്ങാണ്. അത് പെട്ടെന്ന് ഈസി ആയിട്ട് പറ്റുന്ന കാര്യമല്ല. ഇതും കൂടി ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ജയസൂര്യ എന്ന് പറയുന്ന ആക്ടറിന് നമ്മൾ ജയസൂര്യയുടെ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ തന്നെ പാർട്ട് 1 ആയിട്ട് ജയസൂര്യ എന്ന് പറയുന്ന ആക്ടർ ഡിസർവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ടല്ല അല്ലെങ്കിൽ ഒരു സ്റ്റാർഡം അല്ല അയാൾക്കുള്ളത് എന്നുള്ളത് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് 100 കോടി ജയസൂര്യ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അലങ്കരിക്കുന്ന ഒരു സ്റ്റാർഡം ഇതിനും മേളിലാണ്. അത് ഈ ഒരു കത്തനാറുന്ന സിനിമയിലൂടെ സംഭവിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം, പ്രതീക്ഷിക്കാം. ഏകദേശം 15ഓളം ലാംഗ്വേജിൽ വരുന്ന ഈ ഒരു സിനിമ ഒരുപാട് പേരെ മുന്നിലേക്ക് നമ്മുടെ മിത്ത് വീണ്ടും ലോക പോലെ തന്നെ എത്താൻ വേണ്ടിയിട്ടൊരു അവസരം ഒരുക്കുകയാണ്. അത് നല്ല സിനിമയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ഇൻഡസ്ട്രി ഹിറ്റ്, അത് ചിലപ്പോൾ ഒരു 500 കോടി തന്നെ ഓപ്പൺ ചെയ്യാനുള്ള കാലിബർ ഉള്ള സിനിമയും കൂടിയാണ് കത്തനാർ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നമുക്ക് കണ്ടറിയാം. റീസെന്റ് വീഡിയോസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ്സുകൾ പെൻഡിങ് ആണ്, അതെല്ലാം പുറകെ വരുന്നുണ്ട്. കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാൻ മറക്കാതെ. ഇതിനേക്കാൾ ഈട്ടിവട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാ നിസാർ. ബൈ.